ഞാൻ പോരുന്നക്ക് ഇവയിപ്പോ ഒരു പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലായിടത്തും. എന്താ പ്രകടനത്തിന്റെ കാര്യം? ഇവിടെയെല്ലാം ഇവയ്ക്ക് വ്യാപകമായി ഈ പാറാട് എന്ന് പറയുന്ന സ്ഥലത്ത് പാനൂരിനടുത്ത് പാറാട് എന്ന സ്ഥലത്ത് ഇവരുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായി. ബോംബ് നിർമ്മാണത്തിനെതിരെ സ്ഫോടനമുണ്ടായി. ഈ ബോംബ് നിർമ്മാണത്തിനെതിരെ സമയത്ത് സ്ഫോടനമുണ്ടായപ്പോ ആ സ്ഫോടനത്തിൽ പിടികൂടപ്പെട്ടത് ഇവർ പറഞ്ഞു SKSFകാരാണ്, യൂത്ത് ലീഗുകാരാണ്, അതുകൊണ്ട് അവരെ പിടികൂടണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വ്യാപകമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ വിഘടന വിഭാഗത്തെ സംഘടനാ പ്രവർത്തനം നിർവീര്യമാക്കാനും അവരെ കയ്യേറ്റം ചെയ്യാനും വേണ്ടിയിട്ട് ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബോംബ് നിന്നാണ് പിടിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ SKSകാരാണ്, അവരെ പിടികൂടണം, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇവർ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയുന്നു, ഈ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സ്ഫോടനമുണ്ടായി. അത് പൊട്ടിക്കേറ്റുകൊണ്ട് 4 പേരാണ് ഇന്ന് സ്കൂളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കേളോത്ത് മുഹമ്മദ്, മറ്റൊന്ന് മുഹമ്മദ് അഫ്സൽ, മറ്റൊന്ന് മുഹമ്മദ് ജാസിം, മറ്റൊന്ന് മുനവർ. ഈ 4 പേരും SKSFകാരല്ലെന്ന് മാത്രമല്ല, പാറാട് അന്വേഷിച്ചാൽ അറിയാം, ഈ 4 പേരും അവിടുത്തെ യഥാർത്ഥ SDPIയുടെ പ്രവർത്തകരാണ്, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ്. ഈ 4 പേരും SDPIയുടെ പ്രവർത്തകരാണ്. ബോംബ് നിർമ്മിക്കുന്നതിനിടെ ബോംബ് പൊട്ടിക്കൊണ്ട് പരിക്കേറ്റുകൊണ്ട് ആശുപത്രിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നാട്ടിൽ പോയി പക്ഷമതികളായ ആർക്കും അന്വേഷിക്കാം. ഞാൻ പേരൊന്നുകൂടി വേണമെങ്കിൽ വെളിപ്പെടുത്താം. കേളോത്ത് മുഹമ്മദ്, മുഹമ്മദ് അഫ്സൽ, മുഹമ്മദ് ജാസിം, മുനവലി. ഈ 4 പേരും ബോംബ് നിർമ്മിക്കുന്നതിനിടെ ബോംബ് പൊട്ടി പരിക്കേറ്റുകൊണ്ട് ആശുപത്രിയിൽ കഴിയും. അവരെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഈ 4 പേരും പോപ്പുലർ ഫ്രണ്ടിലാണ്, SDPIയുടെ പ്രവർത്തകരാണ്. ഇവരെ മൊഴി കൊടുത്തത്രേ 4-5 ആൾക്കെതിരെ. ആ 4-5 ആളുകൾ ആരൊക്കെയാണ്? ഒന്ന് ഷഫീഖ്, ഒന്ന് മുസ്തഫ, മറ്റൊന്ന് മൻസൂർ അലി, അഷ്റഫ് തുടങ്ങിയിട്ടുള്ള 4 ചെറുപ്പക്കാർ. ഈ 4 ചെറുപ്പക്കാരെ ഞങ്ങളോട് ഒരു ബോംബിന് 800 രൂപ വെച്ചുകൊണ്ട് 12 ബോംബുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ചതാണ്, ഞങ്ങൾ കരാറെടുത്തതാണ്. ആ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി ഇവരാണ് ഞങ്ങൾ ഏൽപ്പിച്ചത്. അവരാ നാട്ടിൽ SKSFകാരാണ് എന്നാണ് മൊഴി കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ബോംബ് നിർമ്മാണത്തിന്റെ ഇടയിൽ അത് പൊട്ടി പരിക്കേറ്റുകൊണ്ട് കഴിയുന്ന ആളുകൾ 4 പേരും SDPയുടെ ആളുകളാണ്. അതിനുശേഷം ഇത് ഉണ്ടാക്കാൻ വേണ്ടി കരാർ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഈ യുവാക്കളായി 4-5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ആളുകൾ ആരൊക്കെ കൃത്യമായി അവരുടെ പിതാക്കന്മാരുടെ പേരുൾപ്പെടെ, വയസ്സുൾപ്പെടെ, നാടുൾപ്പെടെ പത്രങ്ങളിൽ വന്നതാണ്. ഞാൻ ഉറപ്പായി പറയുന്നു, ആ ആളുകൾ ഒരാൾ പോലും, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾ പോലും SKSFന്റെ പ്രവർത്തകനാണെന്ന് തെളിയിക്കാൻ സാധ്യമല്ല. അത് തെളിയിക്കാൻ ഞാൻ ഈ നാട് മുഴുവൻ ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഘടന വിഭാഗത്തെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ തെളിയിക്കാൻ കഴിയില്ല. എന്നാൽ ഈ മറയിൽ ഇന്നലെ പേരോടും കൂട്ടരും തിരുവനന്തപുരത്തെത്തി, തിരുവഞ്ചൂരിന്റെ ഓഫീസിലെത്തി, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി. എന്നിട്ട് പറയാൻ പാറായിൽ ബോംബ് നിർമ്മാണം നടത്തിയിട്ടുണ്ട്, അവിടെ ബോംബ് പൊട്ടിയിട്ടുണ്ട്, അവിടെ കുറെ ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ ഭീഷണിപ്പെടുത്താൻ, ഞങ്ങളെ കയ്യേറ്റം ചെയ്യാനും ഞെട്ടിക്കാനും വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ആണ് ഇവർ ഈ ബോംബ് നിർമ്മാണം നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് തിരിച്ചിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കേസ് ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബോംബ് നിർമ്മാണത്തിന് സകല